نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ഒരു സന്തോഷത്തിന്റെ സുദിനമാണ്. അഥവാ ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രകൃതി മതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ പ്രകൃതിയുടെ മുഴുവൻ താല്പര്യങ്ങളും ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. അത് കേവലം ചില പൂജകളും ചടങ്ങുകളും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മതമല്ല. ഇസ്ലാം വിശ്വാസമാണ്, ആരാധനയാണ്, അനുഷ്ഠാനങ്ങളാണ്, ആചാരങ്ങളാണ്. അതേപോലെ തന്നെ സ്വഭാവ വ്യവഹാര മര്യാദകളാണ്. അതേപോലെ തന്നെ മനുഷ്യ പ്രകൃതിയുടെ താല്പര്യമാണ് ആഘോഷം എന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആഘോഷത്തിനും അതിൻ്റെതായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലെത്തിയ പ്രവാചകൻ അവിടെയുണ്ടായിരുന്ന ആളുകൾ ചില ദിവസങ്ങളിൽ ഉത്സവം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവിടുന്ന് ചോദിച്ചു, എന്താണിത്? ഇത് ഉത്സവമാണ്, ഞങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷമാണ്. ജാഹിലിയ്യ കാലത്തിലെ ആ ഉത്സവങ്ങൾ അർത്ഥപൂർണമായിരുന്നില്ല, സംസ്കാര സമ്പന്നമായിരുന്നില്ല, ഒരു വിശ്വാസത്തിലും തത്വത്തിലും അധിഷ്ഠിതമായിരുന്നില്ല. പ്രവാചകൻ അവരോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥശൂന്യമായ ആഘോഷങ്ങൾക്ക്, ഉത്സവങ്ങൾക്ക് പകരം നിങ്ങൾക്കിതാ രണ്ട് ആഘോഷത്തിന്റെ സുദിനങ്ങൾ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഒന്ന് ചെറിയ പെരുന്നാളാണ്, രണ്ടാമത്തേത് ബലിപ്പെരുന്നാളുമാണ്. ഈ രണ്ട് പെരുന്നാളുകളും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. എന്തുമാത്രം അർത്ഥവത്തായ രൂപത്തിലാണ് അത് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ പ്രവാചകൻ നിശ്ചയിച്ചു തന്ന ആ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് സുദിനങ്ങൾ, രണ്ട് മഹത്തായ ആരാധനകളുടെ പിറകെയാണ് ഈ രണ്ട് ആഘോഷങ്ങൾ. ഒന്ന്
ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്തെ സ്തംഭമായ റമദാൻ, ഒരു മാസക്കാലത്തെ വ്രതം അനുഷ്ഠിച്ച് ജീവിതത്തിൽ വിശുദ്ധി കൈവരിച്ച് പാപമുക്തനായതിനു ശേഷം എത്തിച്ചാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുവാൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്നുള്ളത് അർത്ഥമില്ലാത്ത, സംസ്കാരമില്ലാത്ത, ആദർശത്തിൽ അധിഷ്ഠിതമല്ലാത്ത, വിശ്വാസത്തിൽ ഊന്നു നിൽക്കാത്ത എന്തോ ചില ചടങ്ങുകളോ പേക്കൂട്ടുകളോ കാട്ടിക്കൂട്ടലുകളോ അല്ല. അതുകൊണ്ട് തന്നെയാണ് നോമ്പിന്റെ നിയമങ്ങളും വിധികളും വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഞെരുക്കമല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എളുപ്പമാണ്, പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിലെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളും ഏത് നിങ്ങൾ എടുത്താലും അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. മറ്റു പല മതങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ചാൽ ആ മതത്തിന്റെ വിശ്വാസം സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഒരു സാധാരണക്കാരന് സ്വന്തമായി ആരാധന നിർവഹിക്കാൻ കഴിയില്ല. ഒരു പുരോഹിതന്റെ സാന്നിധ്യമില്ലാതെ ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയാത്ത ആരാധനകളും അതേപോലെ തന്നെ സാധാരണക്കാരന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള മതങ്ങളുമായിട്ട് നമുക്ക് പല ആളുകളെയും കാണാം. ഇസ്ലാം അങ്ങനെയല്ല. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കം അവർ ഉദ്ദേശിക്കുന്നില്ല. ഈ മതം ലളിതമാണ്, ഈ മതം സരളമാണ്. അതുകൊണ്ട് തന്നെ ലളിതമായ ഈ മതത്തെ ആരെങ്കിലും ഇതിന് കാർക്കശ്യമുണ്ടാക്കാൻ, ഇതിന് പ്രയാസമുണ്ടാക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ അത്തരത്തിലുള്ള തീവ്രതകളും കാർക്കശ്യങ്ങളും കൊണ്ടുവരുന്നവൻ അവനെ അത് പരാജയപ്പെടുത്തുമെന്നല്ലാതെ ഈ മതം അതിന് ഉത്തരവാദിയല്ല, മതം അത് അംഗീകരിക്കുകയുമില്ല. കാരണം മതം അത്ര ലളിതമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക വിശ്വാസം മനുഷ്യന്റെ പ്രകൃതിയോട് പൊരുത്തപ്പെടുന്നതാണ്, ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പരമസാധുവായ മനുഷ്യന്, ബുദ്ധിപരമായ നിലവാരം പറ്റക്കുറഞ്ഞ മനുഷ്യന്, അതിബുദ്ധിമാന്മാരായ ആളുകൾക്ക് എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന, അവരുടെ മനസ്സ് അംഗീകരിക്കുന്ന, അവരുടെ പ്രകൃതി സ്വീകരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസമാണ് ഏകദൈവ വിശ്വാസവും. അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും മറ്റുള്ള വിശ്വാസ കാര്യങ്ങളൊക്കെയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മതം നമുക്ക് സരളമായ ലളിതമായ പ്രകൃതിയോട് ഇണങ്ങുന്ന മതം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചു തന്ന റബ്ബിനെ നമുക്ക് ഒരിക്കലും തന്നെ മറക്കാനാവില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവനെ ഓർക്കുകയും അവനെ പ്രകീർത്തിക്കുകയും അവനെ പുകഴ്ത്തുകയും അവനെ വാഴ്ത്തുകയും അവനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. നിങ്ങൾ നോക്കൂ, ഈ നോമ്പ് പരിസമാപ്തി കുറിക്കുന്നതോടുകൂടി ഈ മതത്തിൽ നോമ്പുകാരനായി ജീവിക്കേണ്ട ഒരു മനുഷ്യൻ, അയാൾ റമദാനിൽ രോഗിയാണെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് ആ ദിവസം നോമ്പ് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു ദിവസം നോമ്പ് നോറ്റുകൂട്ടിയാൽ മതി. അതെ, ഈ മതം ലളിതമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല. അതുകൊണ്ടാണ് അല്ലാഹു നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. നിങ്ങളാ എണ്ണം പൂർത്തിയാക്കണം.
അതെ, നിങ്ങൾ നോമ്പുകാരൻ നോമ്പ് നോറ്റുകൊണ്ട് യാത്രയിലല്ല, രോഗിയല്ല. 29 നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം 29 ആ 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പ്, ആ 30 പൂർത്തിയായാൽ അല്ലെങ്കിൽ 29 മാസം കണ്ടാൽ ആ എണ്ണം പൂർത്തിയായി. നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കണം. നിങ്ങൾക്ക് 5 നോമ്പ് നഷ്ടപ്പെട്ടു യാത്ര കൊണ്ട്, നിങ്ങൾക്ക് 6 നോമ്പ് നഷ്ടപ്പെട്ടു രോഗം കൊണ്ട്, എങ്കിൽ ആ അത്രയും നോമ്പ് നിങ്ങൾ മറ്റു ദിവസങ്ങളിൽ നോറ്റുകൂട്ടണം. ഈ നോമ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കണം, തക്ബീർ ചൊല്ലണം, അവനെ വാഴ്ത്തണം, അവനെ പ്രകീർത്തിക്കണം. യാതാണ് തക്ബീർ. ഈ നോമ്പ് അവസാനിച്ച് ചന്ദ്രക്കല കണ്ടുവെന്നറിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ഖണ്ഡങ്ങളിൽ നിന്ന് തക്ബീർ ധ്വനികൾ പുറത്തേക്ക് വരികയായി. ഏതുവരെ? ഈ ഈദ്ഗാഹിൽ നാം എത്തിച്ചേരുന്നതുവരെ. ഇവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതോടുകൂടി പിന്നെ ചെറിയ പെരുന്നാളിൽ തക്ബീറില്ല. നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചൊല്ലണം. നിങ്ങൾ നോക്കൂ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ അല്ലാഹുവിനെ സ്മരിക്കണം, അവന് തക്ബീർ ചൊല്ലണം, അവനെ ഓർക്കണം, അവന്റെ ദിക്റുകൾ ചൊല്ലണം. ഹജ്ജിന്റെ കാര്യം പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞു, ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓർക്കണം അല്ലാഹുവിനെ, ദിക്റുകൾ ചൊല്ലണം, തക്ബീറുകൾ ചൊല്ലണം, തൽബിയത്തുകൾ ചൊല്ലണം. സ്വന്തം വാപ്പാനെ ഓർക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ. فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم. അതുപോലെ തന്നെ മറ്റൊരാരാധനയാണ് നമസ്കാരം. ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ നിങ്ങൾ നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ നിങ്ങൾ അവനെ ഓർക്കണം. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോവാം. അല്ലാഹുവിന്റെ ഫള് ധനം അന്വേഷിച്ചുകൊണ്ട് നിങ്ങളുടെ സൗഭാഗ്യം തേടിക്കൊണ്ട് നിങ്ങൾക്ക് പോകാം. എന്നാൽ അങ്ങനെ വെറും ദുനിയാവ് മാത്രം ഓർത്തുകൊണ്ട് പോയാൽ പോരാ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ടാണ് സുന്നത്തിൽ ധാരാളമായി അല്ലാഹുവിനെ ഓർക്കണം, അവനെ സ്മരിക്കണം എന്ന് നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 29 ദിവസം ഈ റമളാൻ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മയുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുമായിരുന്നു, അല്ലാഹുവിന്റെ വചനമായ ഖുർആൻ ഓതുമായിരുന്നു, പള്ളികളിൽ പോകുമായിരുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുമായിരുന്നു, നല്ല നല്ല കാര്യങ്ങളെ മുഴുകുമായിരുന്നു. പക്ഷെ പലരുടെയും അവസ്ഥ ഈ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അവൻ ഉപേക്ഷിക്കും. അവൻ തന്റെ റബ്ബിനെ തന്നെ മറക്കും. അങ്ങനെ മറക്കല്ല, നിന്റെ റബ്ബിനെ നീ മറക്കല്ല. വലിതുക്ബിറുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. എന്തിനാണ് നിങ്ങൾ ഈ തക്ബീർ ചൊല്ലുന്നത്? എന്തിനാണ് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നത്? എന്തിനാണ് അല്ലാഹുവിനെ പുകഴ്ത്തുന്നത്? എന്തിനാണ് അല്ലാഹുവിനെ വാഴ്ത്തുന്നത്? അലാ മാ ഹദാകും, അവൻ നിങ്ങൾക്ക് ഈ നേർമാർഗം കാണിച്ചു തന്നതിന്. അതാണല്ലോ ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവതയ്ക്ക് മാർഗദർശനമായി പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണിത്. അതുകൊണ്ടാണ് ഈ സന്മാർഗം നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങൾ റബ്ബിന് വേണ്ടി ഈ മാസത്തിൽ
നോമ്പനുഷ്ഠിക്കണം. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ. എന്നാൽ നോമ്പ് റമദാനോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികളായ ചില ആളുകളോട്, പണ്ഡിതന്മാരോട് ചോദിച്ചു, ഏതാണ് ശഅബാനാണോ റജബാണോ, ഏതാണ് ഏറ്റവും നല്ല മാസമെന്ന്? അവരുടെ മറുപടി, കുൻ റബ്ബാനിയൻ വലാ തകുൻ ശഅബാനിയൻ. നീ ശഅബാന്റെ ആളാകല്ല, നീ റബ്ബിന്റെ ആളാകണം. കുൻ റബ്ബാനിയൻ വലാ തകുൻ റമദാനിയൻ. നീ ഒരു റമദാൻകാരൻ മാത്രമാകല്ല, നീ റബ്ബാനിയാകണം. റമദാനിലെ റബ്ബാനി ശവ്വാലിലും ദുൽഖഅദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും സഫറിലും റബീഉൽ അവ്വലിലും റബീഉൽ ആഖിറിലും 12 മാസത്തിലും നിന്റെ റബ്ബ് ഈ റമദാനിലെ റബ്ബാണ്. അതുകൊണ്ട് റമദാനിൽ മാത്രം റബ്ബിനെ ഓർത്താൽ പോരാ, റമദാനിൽ മാത്രം റബ്ബിനോട് കടപ്പാട് നിർവഹിച്ചാൽ പോരാ. അതുകൊണ്ട് നിരന്തരമായി അവനെ ഓർത്തുകൊണ്ടിരിക്കണം. ധാരാളമായി നീ അവനെ പ്രകീർത്തിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. റമദാനിൽ മാത്രമല്ല വിശ്വാസികളെ, നിങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിനരാത്രികളിൽ മുഴുവൻ റബ്ബിനെ നിങ്ങൾ സ്മരിക്കണം, ദിക്ർ ചൊല്ലണം, അവനെ പ്രകീർത്തിക്കണം, അവന്റെ മുമ്പിൽ തലകുനിക്കണം, ആരാധനകളിൽ മുഴുകിക്കൊണ്ടിരിക്കണം. ഒരു 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ബനൂ ഉദ്വ ഗോത്രത്തിൽ നിന്ന് വന്നു. അവർ നബിയെ കണ്ടു, നബിയോട് സംസാരിച്ചു, നബിയിൽ നിന്ന് കേട്ടു, അവരെ ഉൾക്കൊണ്ടു, അവർ ഇസ്ലാം സ്വീകരിച്ചു. ആ 3 ആളുകൾ വളരെ പാവപ്പെട്ടവരാണ്, അവർക്ക് തിരിച്ചു പോകാൻ വയ്യ. പ്രവാചകൻ ചോദിച്ചു, ആരാണ് ഇവരെ? ആരാണ് ഇവരുടെ കാര്യം ഏറ്റെടുക്കാനുള്ളത്? എന്നെ സഹായിക്കാൻ ആരുണ്ട് ഇവരുടെ കാര്യത്തിൽ? അപ്പൊ ത്വൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ആ കാര്യം ഏറ്റെടുക്കാം. ആ 3 ആളുകളെ ത്വൽഹാ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് താമസവും ഭക്ഷണവും ഒക്കെ അദ്ദേഹം ഒരുക്കി കൊടുത്തു. അങ്ങനെ പ്രവാചകൻ ഒരു സംഘത്തെ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചു. ഈ 3-ൽ ഒരാൾ ആ സംഘത്തിൽ പോയി, അയാൾ അതിൽ രക്തസാക്ഷിയായി. പിന്നീട് രണ്ടാമതൊരു സംഘത്തെ വീണ്ടും നിയോഗിച്ചു. ആ സംഘത്തിൽ ഈ 3-ൽ രണ്ടാമത്തെ ആളും പുറപ്പെട്ടു, അയാളും രക്തസാക്ഷിയായി. ആ സംഘത്തിലെ 3-ാമത്തെ ആൾ, അതിനൊക്കെ ശേഷം അയാൾ ആ വീട്ടിൽ വിരിപ്പിൽ കിടന്നുകൊണ്ടാണ് മരിച്ചു പോകുന്നത്. പറയുന്നത്, അങ്ങനെ പിന്നീട് എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി. ഞാനും ആ 3 പേരും കൂടി സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ആദ്യം സ്വർഗത്തിലേക്ക് കടന്നു വന്നത് ആരാണെന്നറിയുമോ? വീട്ടിൽ കിടന്നുകൊണ്ട് യുദ്ധത്തിന് നിയോഗിക്കപ്പെടാത്ത, വീട്ടിൽ കിടന്ന് മരിച്ചുപോയ, അവസാനം മരിച്ച മനുഷ്യനാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത്. രണ്ടാമത് സ്വർഗത്തിലേക്ക് കടന്നു വരുന്നത് രണ്ടാമത് യുദ്ധത്തിന് പോയി രക്തസാക്ഷിയായ വ്യക്തിയാണ്. ആദ്യം തന്നെ യുദ്ധത്തിന് പോവുകയും രക്തസാക്ഷിയാവുകയും ചെയ്ത ആൾ അവസാനമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ഈ സ്വപ്നം അത്ഭുതമുള്ളതാക്കി, സംശയം ജനിപ്പിച്ചു. ഇസ്ലാമിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത്, ജിഹാദ് ചെയ്ത്, യുദ്ധം ചെയ്ത് ആദ്യം രക്തസാക്ഷിയായ ആളല്ലേ ആദ്യം സ്വർഗത്തിൽ കിടക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിയുടെ മറുപടി, ലൈസ അഹദുൻ അഫ്ളല ഇൻദല്ലാഹി മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാം ലിതസ്ബീഹിഹി വതക്ബീരിഹി വതഹ്ലീലിഹി. അല്ലാഹുവിന്റെ അടുക്കൽ മുസ്ലിം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ, കൂടുതൽ മുസ്ലിമായി ജീവിക്കുവാൻ അവസരം ലഭിച്ചവനാണ്. കാരണം അയാൾക്ക് കൂടുതൽ തക്ബീറുകൾ ചൊല്ലാനും
അൽഹംദുലില്ലാഹ് പറയാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും അയാൾക്ക് സാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റബ്ബിനെ ഓർക്കാനും അവനെ മഹത്വപ്പെടുത്താനും തക്ബീറുകൾ ചൊല്ലാനും ഉള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ പുണ്യകരമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് അൽഖമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ കൈഫ കാന അമലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല ഉമ്മ, റസൂലുള്ളാഹിന്റെ അമല് പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ഹൽ കാന യഖുസ്സു ശൈഅൻ മിനൽ അയ്യാം, ഏതെങ്കിലും ദിവസങ്ങളിൽ പ്രത്യേക അമല് അങ്ങനെ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഖാലത്തില്ല. ആയിഷ ബീവിയുടെ മറുപടി ഇല്ല. നേരെ മറിച്ച് കാന അമലുഹു ദീമ, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ പതിവായിരുന്നു. എന്നെങ്കിലും ഒരാവേശത്തിന് ഒരാഴ്ച ചെയ്യുന്നതല്ല, ഒരാവേശത്തിന് ഒരു മാസം ചെയ്യുന്നതല്ല, ഒരാവേശത്തിന് ഒരു കൊല്ലം ചെയ്യുന്നതല്ല. പ്രവാചകന്റെ ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന അമലുകൾ അവിടുന്ന് പതിവാക്കാറുണ്ടായിരുന്നു. ആയിഷ ബീവി ഇപ്രകാരം പറഞ്ഞു, സുഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? ഖാല റസൂലുള്ളാഹി പറഞ്ഞു, അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും നിത്യമായി ചെയ്യുന്നതാണ്, കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്നതാണ്. അപ്പൊ ഒരു മാസത്തിൽ കുറച്ചൊരു ചെയ്ത് പിന്നുള്ള മാസങ്ങളിൽ ഒന്നുമില്ല. അങ്ങനെ ആവാൻ പാടില്ല. ഈ റമദാന് കൊണ്ട് നാം നേടിയതല്ല, ലഅല്ലകും തത്തഖൂൻ, ജീവിതത്തിലുള്ള സൂക്ഷ്മതയാണ്. അതുകൊണ്ട് തന്നെ ആ സൂക്ഷ്മത അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അത് നിലനിർത്തണം. നോമ്പ് റമദാനോടുകൂടി അവസാനിക്കുന്നില്ല. ഈ ശവ്വാൽ മാസത്തിലെ 6 നോമ്പുകൾ, ആ 6 നോമ്പ് മൻ സോമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, അതെ, ഈ 6 നോമ്പ് അനുഷ്ഠിച്ചവൻ ഒരു കൊല്ലം നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ്. അതുകൊണ്ട് ഒരു നന്മ 10 ഇരട്ടി പ്രതിഫലമാണ്. ഒരു മാസം 10 മാസത്തെ പ്രതിഫലം, 6 ദിവസം 60 ദിവസത്തിന്റെ പ്രതിഫലം, 60 ദിവസം 2 മാസം, 10 മാസവും 2 മാസവും 12 മാസം, 12 മാസം ഒരു കൊല്ലം. അതുകൊണ്ട് ഈ 6 നോമ്പ് കൂടി ശവ്വാലിൽ നിങ്ങൾ അനുഷ്ഠിച്ചാൽ ഒരു കൊല്ലം നോമ്പെടുത്ത കൂലിയാണ് അല്ലാഹു തരുന്നത്. അവസാനിക്കുന്നില്ല. എല്ലാ മാസവും 3 ദിവസങ്ങള് അയ്യാമുൽ ബീർ, 13, 14, 15 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത്. ആ മാസത്തിലെ 3 നോമ്പ് 30 നോമ്പിന് തുല്യം. ഒരു മാസം നോമ്പനുഷ്ഠിച്ച കൂലിയാണ്. അത് അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കണം. നമ്മുടെ കർമ്മങ്ങളുടെ റിപ്പോർട്ട്, ആഴ്ചയിലുള്ള റിപ്പോർട്ട് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണത്. അതുകൊണ്ടാണ് റസൂലുള്ള തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കാറുള്ളത്. മുഹറം 9, 10 നോമ്പുകൾ, അറഫാ ദിനത്തിലെ നോമ്പുകൾ, അങ്ങനെ വേറെയും നോമ്പുകൾ നിശ്ചയിച്ചു തന്നു. റമദാനോടുകൂടി നോമ്പ് അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ ഈ ഫർദ് നമസ്കാരം റമദാനിൽ മാത്രമല്ല, അത് അല്ലാത്ത കാലങ്ങളിലും ചിട്ടയോടെ ജമാഅത്തായി നിർവഹിക്കണം. നബിയുടെ സുന്നത്തിൽ അധിഷ്ഠിതമായ രൂപത്തിൽ നിർവഹിക്കണം. വിദ്യാർത്ഥികൾ അതിലേക്ക് കടന്നു വരരുത്. പോരാ, അതിന്റെ പുറമെ ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്, അവയും നിർവഹിക്കണം. തറാവീഹ് റമദാനിൽ മാത്രമല്ലേ ഉള്ളൂ. ഇനി അടുത്ത റമദാനിൽ നോക്കാം. അല്ല, തറാവീഹ് എന്ന പേരിൽ പള്ളിയിൽ ജമാഅത്തായി രാത്രി നമസ്കാരം റമദാനിലേ ഉള്ളൂ. അല്ലാത്ത കാലങ്ങളിലൊക്കെ രാത്രി നമസ്കാരമുണ്ട്. നിങ്ങളുടെ കഴിവനുസരിച്ച് 11 റക്അത്ത് വരെ, 1 റക്അത്തോ 3 റക്അത്തോ 5, 7, 9, 11 വരെ നിങ്ങൾക്ക് നമസ്കരിക്കാം. അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ
രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും ഒരുപാട് ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, സുജൂദിലും നൃത്തത്തിലുമായി രാത്രിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ അടിമകൾ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി നമസ്കാരം ഇന്നലത്തോടുകൂടി മിഞ്ഞാന്നത്തോടുകൂടി അവസാനിച്ചില്ല. ഇന്ന് നേരം പുലർന്നപ്പോ ഇന്നലെ രാത്രി ആരൊക്കെ നമസ്കരിച്ചു? ഒരുപക്ഷെ പെരുന്നാൾ തിരക്കിലും മറന്നുപോയോ? അത് മറക്കരുത്. 3 റക്അത്താണെങ്കിലും 3 റക്അത്തെങ്കിലും അത് നിങ്ങൾ പതിവാക്കണം. യാത്രയിൽ പോലും നബി വിത്ർ നമസ്കാരം ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ഖുർആൻ പാരായണം നിങ്ങളുടെ കഴിവനുസരിച്ച് പതിവായി ഖുർആൻ ഓതണം. സലഫുകൾ 7 ദിവസം കൊണ്ടാണ് ഖുർആൻ ഒരാവർത്തി ഓതി തീർത്തിരുന്നത്. അതെ, ആദ്യത്തെ ദിവസം ആദ്യത്തെ 3 സൂറത്തോടും അവർ, രണ്ടാമത്തെ ദിവസം പിന്നീടുള്ള 5 സൂറത്തുകളോടും, മൂന്നാമത്തെ ദിവസം പിന്നീടുള്ള 7 സൂറത്തുകളോടും, അതിന്റെ അടുത്ത ദിവസം പിന്നീടുള്ള 9 സൂറത്തുകളോടും, 5-ാമത്തെ ദിവസം പിന്നീടുള്ള 11 സൂറത്തുകൾ ഓടും, 6-ാമത്തെ ദിവസം 11 സൂറത്തുകൾ 13 സൂറത്തുകളോടും. ഇങ്ങനെ അവസാനത്തെ ദിവസം അപ്പോഴേക്കും സൂറത്തുൽ ഹുജറാത്തിൽ എത്തിയിട്ടുണ്ടാകും. അവിടെ നിന്ന് സൂറത്തുൻ നാസ് വരെ അവസാനത്തെ ദിവസം ഓടും. ഒരാഴ്ച കൊണ്ട് ഖുർആൻ ഓടി തീർക്കുന്നവർ 3 ദിവസം കൊണ്ട് ഓടുന്നവരുണ്ട്, 5 ദിവസം കൊണ്ട് ഓടുന്നവരുണ്ട്, 7 ദിവസം കൊണ്ട് ഓടുന്നവരുണ്ട്. ഇനി അല്ല ഒരു മാസം കൊണ്ടാണ് എങ്കിൽ അത് ചെയ്യാനും മറക്കരുത്. ഒരു മാസം കൊണ്ട് ഒരു ഖത്തം തീരുന്നില്ലെങ്കിൽ ഞാൻ ഓടുന്നില്ലെന്നല്ല വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് കഴിയുന്നത് ഒരു പേജാണെങ്കിൽ ആ ഒരു പേജെങ്കിലും നിങ്ങൾ ഓതണം. അത് പതിവായി ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ഈ ഖുർആൻ നമുക്ക് അല്ലാഹു ഇറക്കി തന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നാം അവനെ പ്രകീർത്തിക്കുകയാണ് ഈ തക്ബീർ. ആ അനുഗ്രഹം നമുക്ക് ഇറക്കി തന്നതിന് നന്ദിയായിട്ട് നാം നോമ്പനുഷ്ഠിച്ചു. നാം ചെയ്യുന്ന ഇബാദത്തുകളും ഈ ദിക്റുകളും ഈ തക്ബീറുകളും തഹ്ലീലുകളും ഇതൊക്കെ തന്നെ റബ്ബിനുള്ള നന്ദിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതുപോലുള്ള ഇസ്ലാമിന്റെ ഏതേത് കാര്യങ്ങൾ എടുത്താലും അതൊക്കെ തന്നെ ഒരു സംഘടിതമായ രൂപത്തിൽ നിർവഹിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിസ്കാരം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്താൽ പോരാ, പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കണം, അല്ലെങ്കിൽ സൗകര്യമുള്ള ഇടത്ത് ജമാഅത്തായി നിർവഹിക്കണം. ജുമുഅ ഒരാൾക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയില്ല, അത് സംഘടിതമായി ജമാഅത്തായി നിർവഹിക്കേണ്ടതാണ്. സകാത്ത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല, അത് സംഘടിപ്പിച്ചുകൊണ്ട് അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഫിത്ർ സകാത്തും അങ്ങനെ തന്നെയാണ്. ഹജ്ജ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരിടത്തും ചെയ്യാൻ കഴിയില്ല, അത് മക്കയിൽ തന്നെ നിശ്ചിത സ്ഥലത്ത് തന്നെ നിശ്ചിത സമയത്ത് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരമാണെങ്കിലും ഇസ്തിസ്ഖാ നമസ്കാരമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും അങ്ങനെ സംഘടിതമായി നിർവഹിക്കേണ്ടതാണ്. ഈ പെരുന്നാൾ സുദിനത്തിൽ ആഭാരവൃത്തം ജനങ്ങൾ ഒരുമിച്ച് കൂടണം. പള്ളിയിലല്ല, ഈദ്ഗാഹിലാണ് ഒരുമിച്ച് കൂടേണ്ടത്. അവിടെ ആർത്തവകാരികളായ സ്ത്രീകൾക്ക് പോലും വരാം. അവർ നിസ്കരിക്കാതെ ഈ പ്രാർത്ഥനയും ഈ ഉപദേശത്തിലും ഈ നന്മയും അവർ പങ്കാളികളായി കൊള്ളട്ടെ. 2 വസ്ത്രമുള്ളവർ വസ്ത്രമില്ലാത്തവർക്ക് ഒരെണ്ണം വായ്പ കൊടുത്തുകൊണ്ടെങ്കിലും കൂട്ടുകാരികളെ ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്തിനാണ്? ഇസ്ലാമിന്റെ സാഹോദര്യം, ഇസ്ലാമിന്റെ ഐക്യം, ഇസ്ലാമിന്റെ കാരുണ്യം, ഇസ്ലാമിന്റെ സഹവർത്തിത്വം, ഇതാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ജാതി വ്യത്യാസമില്ല, ഗോത്ര വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല. ഖുറൈശിയായ അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കൽ, അറബിയായ ഉമർ ഇബ്നു ഖത്താബിന്റെ അടുക്കൽ, പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി നിൽക്കുമ്പോൾ ആ വെളുവെളുത്ത പേർഷ്യൻ സൽമാൻ അൽ ഫാരിസിയുടെ അടുത്ത് അടിമയായ കറുകറുത്ത ബിലാൽ ഇബ്നു റബാഹാണ് നിൽക്കുന്നത്. അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ല, വെളുത്തവനെന്നോ കറുത്തവനെന്നോ വ്യത്യാസമില്ല. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്, ആദമിന്റെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല.
കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൽ പരിഗണിക്കപ്പെടുന്നവൻ, അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച് ജീവിക്കുന്നത് ആരാണോ അയാളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവൻ. നിങ്ങൾ വിവിധ ഗോത്രങ്ങളും വിവിധ കുടുംബങ്ങളുമായി നിങ്ങളെ വേർതിരിച്ചത് പരസ്പരം അറിയാൻ വേണ്ടിയാണ്. ഞാൻ മലയാളിയാണ്, ഞാൻ ബംഗാളിയാണ്, ഞാൻ പാകിസ്ഥാനിയാണ്, ഞാൻ ചൈനക്കാരനാണ്, ഞാൻ ആഫ്രിക്കക്കാരനാണ്, ഞാൻ അമേരിക്കക്കാരനാണ്, ഞാൻ സൗദിയാണ്, ഞാൻ ഒമാനിയാണ്. ഇത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിനപ്പുറം ഇന്ന നാട്ടിൽ ഇന്ന ഭാഷ ഇന്ന വർണ്ണം അതൊന്നും തന്നെ ശ്രേഷ്ഠതയുടെ മാനദണ്ഡമല്ലെന്ന് പഠിപ്പിച്ച ഇസ്ലാം. ഇതാ ഈ ഒത്തുകൂടൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കണം, അനിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, പരസ്പരം സാഹോദര്യം പങ്കിടണം. പകയുള്ള വെറുപ്പുള്ള വിദ്വേഷമുള്ള ആളുകൾ ആ പകയും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ നിന്ന് മാറ്റിവെക്കണം. ഈ ഈദ് ഉപദേശം അവസാനിക്കുന്നതോടെ ഒരു ഈദിന്റെ സന്ദേശം പരസ്പരം ഒരു അഭിനന്ദനങ്ങൾ കൈമാറുന്നത് സ്വഹാബത്തിന്റെ കാലത്തുള്ള പതിവ്. അത് കൂട്ടാതെയും കുറക്കാതെയും ചെയ്യുന്നത് ഉത്തമമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയാറുണ്ടായിരുന്നത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ്. അള്ളാഹു നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന്. അതിലേക്ക് വേറൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. അവൻ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അത്ര പറഞ്ഞാൽ മതി. ആ ഒരു കൃത്യമായ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയോടുകൂടി ഈ സ്നേഹം പങ്കിട്ട് ആശംസകൾ കൈമാറി നമുക്ക് വീണ്ടും ഇതുപോലെ സമ്മേളിക്കാനും ഒത്തുകൂടാനും ഒരുമിച്ച് കൂടാനും ഈ കഴിഞ്ഞൊരു മാസം നേടിയെടുത്ത വിശുദ്ധി, ഈ കഴിഞ്ഞൊരു മാസം നേടിയെടുത്ത ഭക്തി, ഈ കഴിഞ്ഞൊരു മാസം നേടിയെടുത്തിട്ടുള്ള ബോധം അത് വരും കാലങ്ങളിൽ നഷ്ടമുണ്ട്. പക്ഷെ അവരോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹുവിനെ. റസൂലുള്ള പറഞ്ഞത് നരകഗതിക്ക് കാണിക്കപ്പെട്ടു. അപ്പോൾ അതിൽ അധികം സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് എന്ന് റസൂലുള്ള പറഞ്ഞു. നരകത്തിൽ പ്രവേശിക്കാനുള്ള കവാടം തുറക്കപ്പെടും. അതെ, ആ നിലക്ക് തന്റെ ഭർത്താവിന്റെ കുട്ടിയോടുകൂടി മരിച്ചു പോകുന്ന സ്ത്രീ അവർ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഭർത്താവിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, മക്കളെ ശരിക്കും നോക്കി വളർത്തുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങി കൂടുതൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും ഈ ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് പകരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യുക. ഈദ്ഗാഹിൽ പ്രത്യേകമായി ലഭിച്ചത് അതാണ്. അവിടുന്ന് പറഞ്ഞു തസദ്ദഖ്ന, സ്ത്രീകളെ നിങ്ങൾ ധർമ്മം ചെയ്യുവിൻ. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അവസാന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ സമാധാനത്തോടുകൂടിയാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്ക് വിഷമങ്ങളില്ല, നമുക്ക് ബുദ്ധിമുട്ടുകളില്ല, നമുക്ക് പ്രയാസങ്ങളില്ല. നമ്മൾ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ കുടുംബത്തോടൊപ്പം, കുടുംബമുള്ളവർ കുടുംബത്തോടൊപ്പം, ഇല്ലാത്തവർ കൂട്ടുകാരോടൊപ്പം ഒന്നിച്ച് ഒരുമിച്ച് സമാധാനത്തോടുകൂടി പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുക. എന്താണ് ഗസയിലുള്ള പലസ്തീനിലുള്ള നമ്മുടെ സഹോദരന്മാരുടെ അവസ്ഥ? അവർക്ക് കിബീറിന്റെ ശബ്ദമല്ല കേൾക്കുന്നത്, അവർ മിസ്രീലുകളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ബോംബർ വിമാനങ്ങൾ പുറപ്പെടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അവർ കനീന പൊട്ടിക്കുന്ന ഒച്ചയല്ല കേൾക്കുന്നത്. അവർ അതുപോലെയുള്ള മാനപ്പതക്കത്തിന്റെ ശബ്ദമല്ല കേൾക്കുന്നത്. അവർ കേൾക്കുന്നത് എന്താ? ഇക്കാണുന്ന തീപ്പന്തമാണ് ആകാശത്തുനിന്ന് അവരുടെ മക്കളൊക്കെ എടുത്തുകൊണ്ടുപോകുന്നത്, അവരുടെ വീടുകൾ നശിപ്പിക്കുന്നത്, ആ നാട് മുഴുവൻ നശിപ്പിക്കുന്നത്. അത് അവിടുത്തെ മാത്രം അവസ്ഥയല്ല, അതുപോലെ പല രാജ്യങ്ങളിലുമുള്ള അവസ്ഥ ഇതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചിലർ പറയും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളെങ്ങനെ പെടുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ
ആ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയാൽ ആ നിമിഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വീകരിക്കണം, നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നമുക്ക് ഈ ഹിദായത്ത് നൽകി ഖുർആൻ ഇറക്കി തന്നു. അതിന് നാം അവനോട് കടപ്പെട്ടവരാണ്. നാം ശുക്ർ കാണിക്കണം, നാം തക്ബീർ ചൊല്ലണം. ആ തക്ബീർ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ നിലനിർത്തുകയും വേണം. ഈ കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. സത്യവിശ്വാസികളായ ആളുകൾ അവർ പരസ്പരമുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള കാരുണ്യത്തിലും ഏതുപോലെയാണെന്നാണോ പ്രവാചകൻ പറഞ്ഞത്? ഒരു ശരീരം പോലെയാകണം. ആ മനുഷ്യ ശരീരത്തിലെ ഒരു അവയവത്തിന് എന്തെങ്കിലും വിഷമം വന്നാൽ, കാലിനൊരു മുറിവ് വന്നാൽ, കയ്യിനൊരു മുറിവ് വന്നാൽ അത് ശരീരം മുഴുവനുമാണ് അനുഭവിക്കുന്നത്. പനി പിടിച്ചുകൊണ്ട് ശരീരം മുഴുവൻ അതിൽ പങ്കുചേരുന്നു. വാക്യം വിളിച്ചുകൊണ്ട് കണ്ണതിൽ പങ്കുചേരുന്നു. ഈ നിലക്ക് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ലാവരുടെയും പ്രശ്നമാണ്. വിശ്വാസികൾ പരസ്പരം ഒരു കെട്ടിടം പോലെ അതിന്റെ തറയും അതിന്റെ പില്ലറും അതിന്റെ ബീമും അതിന്റെ സ്ലാബും അതിന്റെ ചുമരും എങ്ങനെ പരസ്പരം കോർത്തു പിടിച്ചുകൊണ്ട് ശക്തി ആർജിക്കുന്നു, അതുപോലെ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ കൈ കോർത്തു പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ആ ഒരു ഒരുമയുടെ, ആ ഒരു ഒന്നിച്ചു നിൽക്കലിന്റെ അതിനിടയിലുണ്ടായേക്കാവുന്ന വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് സന്തോഷം പങ്കിട്ടുകൊണ്ട് മുന്നോട്ടുള്ള ഒരു യാത്രക്കുള്ള മാർഗങ്ങളാണ് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. നമ്മൾ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവൻ നമുക്ക് പൊറുത്തു തരുമാറാകട്ടെ. ഈ കഴിഞ്ഞ ഒരു മാസം നേടിയെടുത്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ജീവിതത്തിലുടനീളം നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും സമാധാനവും രക്ഷയും നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين برحمتك يا أرحم الراحمين. تقبل الله منا ومنكم. عيدكم مبارك، كل عام وأنتم بخير.